പൈക്ക മൈത്രി സാംസ്കാരിക വേദി ഒരുക്കിയ സൗഹൃദ സംഗമവും നോമ്പുതുറയും ഏറെ ശ്രദ്ധേയമായി. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യർ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒന്നായിരുന്നു ഈ സംഗമം. മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലുടുക്കയിൽ വെച്ച് സംഘടിപ്പിച്ച സൗഹൃദ സംഗമവും നോമ്പുതുറയും വേറിട്ട അനുഭവമായി മാറി. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒന്നായിരുന്നു സംഗമം. നാടിന്റെ നാനാതുറകളിൽപ്പെട്ട 500-ലധികം പേർ പങ്കെടുത്തു. സൗഹൃദ സംഗമം IT ഷോപ്സ് കൊമേഴ്ഷ്യൽ വിഭാഗം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V. അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ കാൻഫെഡ് പോലുള്ള പ്രസ്ഥാനങ്ങളെയും വളർത്തി ഒരു ഗ്രാമം മറ്റു നാട്ടുകൾക്ക് എത്രത്തോളം മാതൃകയാകുന്നു എന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനം തന്നെയാണ് മൈത്രി എന്ന് പറയാതെ വയ്യ. പിന്നീട് പല കാലഘട്ടങ്ങളിലായി അതിൻ്റെ പല രൂപഭാവങ്ങളും ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം മറുമരുന്ന് എന്ന രീതിയിൽ വീണ്ടും ഷാഫി ചോരിപ്പള്ളത്തിൻ്റെ നേതൃത്വത്തിൽ അതിനെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നല്ല രീതിയിൽ നിങ്ങൾ ഒത്തുചേരാൻ മതത്തിൻ്റെ പേരിലോ മറ്റ് വിഭാഗീയതയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ആരെയും വിഘടിക്കാതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അഭിനന്ദനാർഹമായ സംഭവം തന്നെയാണ്. മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചോരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. പൈക്കം ജമാഅത്ത് മുദരിസ് ഉസ്മാൻ റാസി ഭാഗഫി റംദാൻ സന്ദേശം നൽകി. നമ്മളെ കുറിച്ച് അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നമ്മൾ നിങ്ങളെ പടച്ചിട്ടുള്ളത് ഒരു ആണ് പെണ്ണ് എന്നുള്ള ഈ 2 കാറ്റഗറിയിൽ നിന്നാണ്. അതല്ലാത്ത വേറെ ഒരു കാറ്റഗറിയോ ഒരു മതമോ ഒരു വ്യത്യാസമോ ഇവിടെയില്ല. അല്ലാഹു തആലയാണ് പറയുന്നത് മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണ് പെണ്ണിൽ നിന്നാണ് നമ്മുടെയും ജന്മമുണ്ടായത്. എന്നിട്ട് പറയുന്നത് വജഅൽനാകും ശുഊബൻ വ ഖബായില, നമ്മൾ നിങ്ങളെ ആക്കിയത് പല വിധങ്ങളായ കബീലകളായി നമ്മൾ നിങ്ങളെ ആക്കിയത് എന്തിനെന്നറിയോ? ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിഞ്ഞുകൊള്ളാൻ വേണ്ടിയാണ്. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട്, മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, വാർഡ് മെമ്പർ P. ശൈലജ, നെല്ലിക്കട്ട PBM സ്കൂൾ പ്രിൻസിപ്പാൾ നിസാം ബോവിക്കാനം, പൈക്കം ജമാഅത്ത് പ്രസിഡന്റ് PM മുഹമ്മദ് കുഞ്ഞി ഹാജി, ഡോക്ടർ E. അബ്ദുള്ള കുഞ്ഞി, PK വിനോദ് കുമാർ, ഗിരി കൃഷ്ണൻ, ഇബ്രാഹിം നെല്ലിക്കട്ട, OP ഹനീഫ, മൻസൂർ മല്ലത്ത്, ഖാൻ പൈക്ക, PD റഹ്മാൻ, BR ഗോപാലൻ, B. മൊയ്തീൻ കുഞ്ഞി, NB ബഡുവൻ കുഞ്ഞി, CH വിജയൻ, BC കുമാരൻ, BM ഹാരിസ്, റഹ്മാൻ ചാത്തപ്പാടി, നിത്യൻ നെല്ലിത്തല തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി BK ബഷീർ പൈക്ക സ്വാഗതവും ട്രഷറർ ഹനീഫ കരിങ്ങപ്പള്ളം നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഹോണററി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ E. അബ്ദുള്ള കുഞ്ഞിയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി സാംസ്കാരിക വേദിയെന്ന് മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചോരിപ്പള്ളം പറഞ്ഞു. ഈ പ്രദേശത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി സാംസ്കാരിക വേദി. പൈക്ക പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നാട് ജാതിമത ചിന്തകൾ അപ്പുറം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് പൈക്ക പ്രദേശം. ഈ നാട്ടിലെ എല്ലാവിധ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മൈത്രി സാംസ്കാരിക വേദി മുന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തിയ ഈ പരിപാടി തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷയിലും ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു.
ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.